ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ് ഇംപ്രൂവ്മെൻ്റ് ഒന്നാമത്തെ ഇംഗ്ലീഷ് ഗ്രാമർ വീഡിയോയാണ്. +2 ഇംഗ്ലീഷ് ഗ്രാമർ +1കാർക്ക് വേണ്ടി. ഇതിൽ നിങ്ങളുടെ ടോപ്പിക്സ് ഏതൊക്കെ വേണമെന്ന് ഒന്നോ രണ്ടോ പേര് ഇവിടെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇനിയും വേറെ ടോപ്പിക്സിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. നിങ്ങൾ പറഞ്ഞ ടോപ്പിക്സാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അതിൽ we will begin with if class. We will begin with if class. If ചേർത്തുള്ള ക്ലാസ്, ദാറ്റ് ഈസ് if class. ഇഫ് എന്നൊരു പാഠം തന്നെ നിങ്ങൾ +1 പഠിച്ചിരുന്നു. ആ ഇഫ് എന്ന് പറയുന്ന ആ പാഠത്തിൽ പറയുന്നതെല്ലാം, ആ പാഠം ഓർക്കുകയാണെങ്കിൽ ആ പാഠത്തിൽ പറയുന്നതെല്ലാം വാട്ട് ആർ ദ കണ്ടീഷൻസ് ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ, വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് ടു ബി എ പെർഫെക്റ്റ് മാൻ. കവിയുടെ സങ്കല്പത്തിലുള്ള ഒരു പെർഫെക്റ്റ് മാൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്. അപ്പോൾ അത് ഓരോ റിക്വയർമെൻറ്റ്സ് പറയുമ്പോഴും പുള്ളിക്കാരൻ പറയുന്ന ഒരു സ്റ്റൈലുണ്ട്. ഇഫ് യു എന്നാണ് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആണെങ്കിൽ യെസ്, ആ എങ്കിൽ എന്നുള്ള വാക്കാണ് ദിസ് പർട്ടിക്കുലർ വേർഡ് ഇഫ് എങ്കിൽ. അപ്പോൾ ഏതെങ്കിലും കാര്യം നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ റിസൾട്ട് ഉണ്ടാകും, അത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് സംഭവിക്കും, അത് ചെയ്തിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ പറയുന്ന ആ കോണ്ടെക്സ്റ്റിലാണ് ഈ ഇഫ് എന്ന് പറയുന്ന ഈ ക്ലാസ്സിൻ്റെ പ്രയോഗം വരുന്നത്. ഉദാഹരണമായിട്ട് സാധാരണ നമ്മൾ പറയാറുള്ളതാണ്, എനിക്കൊരു ഭാഗ്യക്കുറി കിട്ടിയിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഭാഗ്യക്കുറി കിട്ടുകയാണെങ്കിൽ ഞാനൊരു ഒരു കാറ് വാങ്ങും, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങും. ഭാഗ്യക്കുറി കിട്ടിയില്ല, ഭാഗ്യക്കുറി കിട്ടുകയാണെങ്കിൽ. അങ്ങനെ ഭാഗ്യക്കുറി കിട്ടുകയാണെങ്കിൽ ഞാനൊരു കാറ് വാങ്ങും. ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്ന സന്ദർഭങ്ങളിലാണ് യു ഹാവ് ടു അപ്ലൈ ദ ഗ്രാമാറ്റിക്കൽ യൂസേജ് ഇഫ്. പക്ഷേ ഏത് ഗ്രാമർ പഠിക്കുമ്പോഴും ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതിൽ നമ്മൾ പറയുന്ന ഈ ടെൻസ് എന്ന് പറയുന്ന ഒരു വാക്ക്, ടെൻസ്, ഞാനിപ്പോൾ ടെൻസ് പഠിപ്പിക്കാനല്ല വേണ്ടിയല്ല ഇത് പറയുന്നത്, എങ്കിലും ടെൻസ് എന്ന് പറയുന്ന വാക്ക്, ടെൻസ് ഈസ് ഇക്വൽ ടു ടൈം, സമയം. ഇപ്പോൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രസൻറ്റ് ടൈം എന്നാണ്. പാസ്റ്റ് ടെൻസ് മീൻസ് പാസ്റ്റ് ടൈം, ഫ്യൂച്ചർ ടെൻസ് മീൻസ് ഫ്യൂച്ചർ ടൈം. അപ്പോൾ പ്രസൻറ്റ് ഈസ് ഇക്വൽ ടു ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം, ദാറ്റ് ഈസ് പ്രസൻറ്റ്. ഈ സമയത്ത് ഒരു കാര്യം നടക്കുകയാണെങ്കിൽ അത് പ്രസൻറ്റിൽ നടക്കുന്ന കാര്യമായതുകൊണ്ട് പ്രസൻറ്റ് ടെൻസിലേ പറയാൻ പറ്റൂ. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയി, അപ്പോൾ അത് കഴിഞ്ഞുപോയ കാര്യമായതുകൊണ്ട് അത് പറയുമ്പോഴത്തേക്ക് പാസ്റ്റ് ടെൻസിലേ പറയാൻ പറ്റൂ. ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി. അപ്പോൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം, നടന്നില്ല, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം, അതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ ടെൻസിലേ പറയാൻ പറ്റൂ. അപ്പോൾ ഈ 3 കാര്യം എപ്പോഴും നമ്മൾ മനസ്സിൽ ഓർമ്മിക്കണം. നമ്മൾ എപ്പോഴത്തെ കാര്യമായി പറയുന്നത്, ഇപ്പോഴത്തെ കാര്യമാണോ, ദാറ്റ് ഈസ് പ്രസൻറ്റ് ടെൻസ്. കഴിഞ്ഞുപോയ കാര്യമാണോ, ദാറ്റ് ഈസ് പാസ്റ്റ് ടെൻസ്. ഇനി വരാൻ പോകുന്ന കാര്യമാണോ, നടന്നിട്ടില്ല, ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഫ്യൂച്ചർ ടെൻസ്. ഈ 3 കാര്യം മനസ്സിൽ വെച്ചേ പറ്റൂ. അത് ഈ ഇംഗ്ലീഷ് ഗ്രാമറിന് കമ്പൾസറി ആണ്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു മലയാളം ഗ്രാമർ ആൻഡ് ഓൾ ദ ലാംഗ്വേജസ്. എല്ലാ ലാംഗ്വേജസിനും ഇത് ബാധകമാണ്. അങ്ങനെ നമുക്ക് സംസാരിക്കാൻ കഴിയത്തുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ മലയാളത്തിൽ പറയും, ഇന്നലെ ഞാൻ അവിടെ പോയി, ഇത് ഇന്നലത്തെ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാമാറ്റിക്കൽ യൂസേജ് പോയി എന്നാണ്, അല്ലേ? ഇപ്പം ഞാൻ സ്കൂളിൽ പോകുന്നു, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ ഗ്രാമാറ്റിക്കൽ യൂസേജ് പോകുന്നു എന്നാണ്. നേരത്തെ പോയി എന്നാണ് പറഞ്ഞത്, ഇപ്പം നമ്മൾ പറയുന്നത് പോകുന്നു എന്നാണ്. നാളെ ഞാൻ കല്യാണത്തിന് പോകും, പോയില്ല, നാളെ പോകും. അപ്പോൾ അവിടെ ആ ഗ്രാമർ അവിടെ ഒരുപക്ഷെ മലയാളമായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ദർ ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ടെൻസ്. അവിടെ ടെൻസ് വന്നു കഴിഞ്ഞു. പോയി, പോകുന്നു, പോകും. പോയി പാസ്റ്റ് ടെൻസ്, പോകുന്നു പ്രസൻറ്റ് ടെൻസ്, പോകും ഫ്യൂച്ചർ ടെൻസ്, അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം ഇംഗ്ലീഷിലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ മലയാളത്തിലാകുമ്പോഴത്തേക്ക് നമുക്ക് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാകും. എന്നെ പോയി, കഴിഞ്ഞു പോയി, ഇന്നലെ കണ്ട് ചെയ്ത കാര്യമാണ്. പോകുന്നു, ഇപ്പം പോവേണ്ട.
എന്നെ പോകും, നാളത്തെ കാര്യം പറയും, നാളെ പിന്നെ ഈ സംസാരിക്കുന്നതിന് ശേഷമുള്ള കാര്യം പറയുന്നതാണ്. അപ്പം അത് എന്നെ മലയാളികളായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഗസ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇംഗ്ലീഷിലാവുമ്പോഴേക്ക് നമ്മൾ അതിൻ്റേതായ യൂസേജ് പഠിക്കേണ്ടി വരും. ഉദാഹരണമായിട്ട് ഇത് പറയാതെ നിങ്ങളുടെ ഇഫ് പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പഠിക്കുക അല്ലേ, പഠിക്കുക എന്ന് പറയുന്ന വാക്ക്, ദ ഇംഗ്ലീഷ് വേർഡ് ഈസ് സ്റ്റഡി. ലേൺ എന്നായാലും മതി. വ്യത്യാസമുണ്ട്, നേരിയ വ്യത്യാസമുണ്ട്, എങ്കിൽ പോലും പഠിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഈ രണ്ട് വാക്കുകൾ നമുക്ക് പ്രയോഗിക്കാം. ഒന്നുകിൽ സ്റ്റഡി അല്ലെങ്കിൽ ലേൺ. ഇനി ഈ സ്റ്റഡിയുടെ രണ്ട് ഫോംസും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ്. ലേൺ, ലേൺഡ്, ലേൺഡ്. ആ മൂന്നാമത്തതിന് ഇങ്ങനെയും പ്രയോഗിക്കും, LEARNT, ഇത് ഏതായാലും മതിയാകും. ലേൺ, ലേൺഡ്, ഈ ലേൺഡ് ഉപയോഗിക്കും, ഈ ലേൺഡ് ഉപയോഗിക്കും. ദ ഡിഫറൻസ് ഈസ് LEARNED ലേൺഡ് ആൻഡ് LEARNT ലേൺഡ്. ഇത് രണ്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്റ്റഡി എന്ന് പറയുന്ന വാക്കിൽ തന്നെ ഇംഗ്ലീഷിൽ മൂന്ന് യൂസേജസ് ഉണ്ട്. സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ്. സ്റ്റഡി പ്രസന്റ് ടെൻസ്, സ്റ്റഡീഡ് പാസ്റ്റ് ടെൻസ്, അടുത്ത സ്റ്റഡീഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ലേൺ പ്രസന്റ് ടെൻസ്, ലേൺഡ് പാസ്റ്റ് ടെൻസ്, അടുത്ത ലേൺഡ് ദാറ്റ് ഈസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പം നമ്മൾ ഓർമ്മിക്കണം, ഈ വെർബിലാണ് ഈ കളി അത്രയും നിൽക്കുന്ന ക്രിയ. ഇപ്പോൾ മലയാളത്തിൽ ഞാൻ പറഞ്ഞില്ലേ, പോകുക, പോകുന്നു, പോയി, പോകും. ഇത് തന്നെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ മലയാളത്തിൽ പോകുന്നു നിങ്ങൾ കേട്ടാൽ മനസ്സിലാകും ഇപ്പോഴത്തെ കാര്യമാണ് പ്രസന്റ് ടെൻസ്. പോയി നിങ്ങൾക്ക് മനസ്സിലായി കാണും, കഴിഞ്ഞു പോയ കാര്യമാണ് പാസ്റ്റ് ടെൻസ്. പോകും അതും നമുക്ക് മനസ്സിലാകും, പോയിട്ടില്ല, ഇതുവരെ പോയില്ല, ഇനി പോകും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പോകും, അല്ലെങ്കിൽ നാളെ പോകും, അല്ലെങ്കിൽ അടുത്ത വർഷം പോകും. അപ്പോൾ അത് ഫ്യൂച്ചർ ടെൻസ്. ഇതേപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും. ആക്ച്വലി ഗ്രാമറിൻ്റെ കാര്യത്തിൽ ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ്. മലയാളം ആൻഡ് ഇംഗ്ലീഷ് എന്നല്ല, മലയാളമായിരുന്നാലും ഇംഗ്ലീഷ് ആയിരുന്നാലും ഹിന്ദി ആയിരുന്നാലും തമിഴായിരുന്നാലും ഗ്രാമറൊക്കെ ആൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷേ അതിന് വേർഡിലൊക്കെ ചില ചില്ലറ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവിടെ ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, വി സ്റ്റഡി ദാറ്റ് ഈസ് V1, സ്റ്റഡീഡ് ദാറ്റ് ഈസ് ഇക്വൽ ടു V2, അടുത്ത സ്റ്റഡീഡ് ദാറ്റ് ഈസ് ഇക്വൽ ടു V3. അപ്പോൾ എല്ലാ വെർബുകൾക്കും 3 ഫോംസ് ഉണ്ട്. V1 ഫോം, V2 ഫോം, V3 ഫോം. സ്റ്റഡി പ്രസന്റ് ടെൻസ്, സ്റ്റഡീഡ് പാസ്റ്റ് ടെൻസ്, നെക്സ്റ്റ് സ്റ്റഡീഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഫ്യൂച്ചർ ടെൻസ് എന്നല്ല പറയാനുള്ളത്, ഇതിനെ പറയുന്ന പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ്. ലേൺ പ്രസന്റ് ടെൻസ്, ലേൺഡ് പാസ്റ്റ് ടെൻസ്, അതിനടുത്ത പ്രയോഗം വീണ്ടും ലേൺഡ്, LEARNED അല്ലെങ്കിൽ LEARNT, ദാറ്റ് ഈസ് V3 ഫോം, ദാറ്റ് ഈസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അല്ലാതെ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഒരു തെറ്റ് നിങ്ങൾ ഇവിടെ മാറ്റേണ്ടതാണ്. ഇത് പ്രസന്റ് ടെൻസ്, ഇത് പാസ്റ്റ് ടെൻസ്, ഇത് ഫ്യൂച്ചർ ടെൻസ് എന്ന് നിങ്ങൾ ധരിക്കുകയേ ചെയ്യരുത്. ദിസ് ഈസ് പ്രസന്റ് ടെൻസ്, V1 ഈസ് പ്രസന്റ് ടെൻസ്, V2 ഈസ് പാസ്റ്റ് ടെൻസ് ആൻഡ് V3 ഈസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈ പാസ്റ്റ് പാർട്ടിസിപ്പിളിൻ്റെ ആപ്ലിക്കേഷനിലാണ് നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത്. കാരണം പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്രയോഗം നമ്മുടെ മലയാളത്തിലില്ല. ഇംഗ്ലീഷിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കൊണ്ട് ഒത്തിരി ഉപയോഗങ്ങളുണ്ട് താനും എന്നല്ല, അതുണ്ടെങ്കിലേ ഇംഗ്ലീഷ് കാര്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് സത്യം. ഞാനീ പറഞ്ഞു വരുന്നത്, ഏതൊരു വെർബിനും, അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു വരി മനസ്സിൽ പഠിച്ചു വയ്ക്കും. എവരി വെർബ് ഹാസ് 3 ഫോംസ്. ഞാൻ പറഞ്ഞത് once again I tell, every verb has 3 forms. V1 form, V2 form and V3 form. V1, V2 and V3. V1 shows present tense. V2 shows past tense. V3 അവിടെയാണ് സൂക്ഷിക്കേണ്ടത്. V3 ഫ്യൂച്ചർ ടെൻസ് എന്നല്ല അതിനെ പറയുന്നത്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറയുന്നത്. ഒരു +2 വിദ്യാർത്ഥി, പോട്ടെ ഒരു +1 വിദ്യാർത്ഥി, നിങ്ങളിപ്പോൾ +2 വന്നല്ലേ ഉള്ളൂ, ഒരു +1 +2 വിദ്യാർത്ഥി ബേസിക്കലായിട്ട് ഇംഗ്ലീഷിൽ അറിഞ്ഞിരിക്കേണ്ടുന്നത്, ഒരു സെൻറ്റൻസ് കണ്ടാൽ അത് ഏത് ടെൻസിലാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. ഒരു സെൻറ്റൻസ് കണ്ടാൽ
ഏത് ടെൻസിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. അത് നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും മനസ്സിലോടിക്കുക. ആ ഒരു ബേസിക് നോളജിൽ മാത്രമേ ഗ്രാമർ പഠിക്കാൻ പറ്റൂ. യു മസ്റ്റ് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ഇൻ വിച്ച് ടെൻസ് എ സെൻറ്റൻസ് ഈസ് റിട്ടൺ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. യു മസ്റ്റ് ലേൺ ടു ഐഡൻറ്റിഫൈ. നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം, തിരിച്ചറിയാൻ പഠിക്കണം. ഇൻ വിച്ച് ടെൻസ് എ സെൻറ്റൻസ് ഈസ് റിട്ടൺ. ഏത് ടെൻസിലാണ് ഒരു സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പഠിക്കണം. അതിന് ചില സിമ്പിൾ മെത്തേഡ്സ് ഉണ്ട്, വളരെ സിമ്പിളായ ചില മെത്തേഡ്സ് ഉണ്ട്. അത്ര വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നാ വെർബിൻ്റെ ഒന്നാമത്തെ ഫോമിലാണോ, ദാറ്റ് ഈസ് പ്രസന്റ് ടെൻസ്. വെർബിൻ്റെ രണ്ടാമത്തെ ഫോമിലാണോ, ദാറ്റ് ഈസ് പാസ്റ്റ് ടെൻസ്. വെർബിൻ്റെ മൂന്നാമത്തെ ഫോമിൽ, ആ മൂന്നാമത്തെ ഫോം നമുക്ക് വിശദമായിട്ട് അല്പം പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. തൽക്കാലം ഇപ്പോഴും ഞാനത് പറയുന്നില്ല. എങ്കിലും ആദ്യം നിങ്ങൾ ഇത് രണ്ടെണ്ണം പഠിക്കും. V1 ഫോം ഈസ് ഓൾവേസ് പ്രസന്റ് ടെൻസ്, V2 ഫോം ഈസ് ഓൾവേസ് പാസ്റ്റ് ടെൻസ്. ഇതറിയണം. ആദ്യം ഇത് നിങ്ങൾ അറിയണം. V1 ഫോം ഈസ് ഓൾവേസ് പ്രസന്റ് ടെൻസ്, V2 ഫോം ഈസ് ഓൾവേസ് പാസ്റ്റ് ടെൻസ്. വെർബിൻ്റെ ഒന്നാമത്തെ ഫോം എപ്പോഴും വർത്തമാനകാലം, ഇപ്പോഴത്തെ കാലം. വെർബിൻ്റെ രണ്ടാമത്തെ ഫോം എപ്പോഴും പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞുപോയ കാലം, ദാറ്റ് ഈസ് പാസ്റ്റ് ടെൻസ്. ദാറ്റ് ഈസ് ബേസിക് നോളജ്. നമുക്ക് ഈ ബേസിക് നോളജിൽ നിന്നുകൊണ്ടേ ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിലേക്ക് കടന്നു വരാൻ കഴിയത്തുള്ളൂ. കാരണം അങ്ങനെ ആയാലേ അത് ശരിയാകത്തുള്ളൂ. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഒരു പക്ഷേ നിങ്ങളെ മനസ്സിനകത്തുള്ള സംശയം ഇതാണ്, ഹൗ വിൽ യു ഐഡൻറ്റിഫൈ എ ടെൻസ്? എങ്ങനെ കണ്ടുപിടിക്കും? ഞാനിതിന് ഈ 3 ടെൻസുകളും കണ്ടുപിടിക്കാൻ ഒരു ഷോർട്ട് ഫോമുല ഞാനിവിടെ എഴുതാം, ആൻ ഈസി ഫോമുല. ഉദാഹരണമായിട്ട് പ്രസന്റ് ടെൻസ് എങ്ങനെ കണ്ടുപിടിക്കും? പ്രസന്റ് ടെൻസ് ഒരു സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത് പ്രസന്റ് ടെൻസിലാണോ എന്നെങ്ങനെ കണ്ടുപിടിക്കും? കാരണം പ്രസന്റ് ടെൻസിൽ തന്നെ പല രീതിയിൽ നമുക്ക് പറയാം. ഞാൻ പോകുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു, പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നൊക്കെ നമുക്ക് ഇങ്ങനെ പറയാം. പോകുന്നു, അത് പ്രസന്റ് ടെൻസാണ്. പോയിക്കൊണ്ടിരിക്കുന്നു, അതും പ്രസന്റ് ടെൻസാണ്. പോയിക്കൊണ്ടേയിരിക്കുന്നു, അതും പ്രസന്റ് ടെൻസാണ്. പക്ഷേ ഇത് ഇംഗ്ലീഷിൽ ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? ഈ പോകുന്നു എന്നെങ്ങനെ എഴുതണം, പോയിക്കൊണ്ടിരിക്കുന്നു എന്നെങ്ങനെ എഴുതണം, അല്ലെങ്കിൽ പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നെങ്ങനെ എഴുതണം, പോകാറുണ്ട് എന്നെങ്ങനെ എഴുതണം? ഇതെല്ലാം പ്രസന്റ് ടെൻസാണ്. പോകാറുണ്ട്, പോകുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് എല്ലാം പ്രസന്റ് ടെൻസാണ്. അതേസമയം പോവുകയായിരുന്നു, പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. പോകും, പോവുകയായിരിക്കും, പോയിക്കൊണ്ടേയിരിക്കുകയായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയും വ്യക്തമായി നിങ്ങൾക്കൊരു പക്ഷേ ധാരണ ഉണ്ടായില്ലെങ്കിൽ പോലും ഒരു സെൻറ്റൻസ്, അത് നമുക്ക് എക്സാമിനേഷന് വേണ്ടി ഞാൻ പറയുന്നൊരു പോയിൻ്റാണ്. ഹൗ വിൽ യു ഐഡൻറ്റിഫൈ whether a sentence is written in present tense or past tense or future tense? How will you identify it? ഒരു സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത് പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് ആണ് എന്നെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? ഐ വിൽ ടെൽ യു എ ഷോർട്ട് കട്ട്, സംതിങ് ലൈക്ക് എ ട്രിക്ക്. ഒരു ട്രിക്ക് എന്ന് വിചാരിച്ചുള്ളൂ, ഒരു ഷോർട്ട് കട്ടാണെന്ന് പറയാം. ഉദാഹരണമായിട്ട് ടേക്ക് ദ കേസ് ഓഫ് പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസിൻ്റെ കേസ് എടുക്കുക. സപ്പോസ് ഒരു സെൻറ്റൻസിൽ വെർബ് V1 ഫോമിൽ കിടക്കുകയാണ്. ഒരു സെൻറ്റൻസിൽ വെർബ് V1 ഫോമിൽ നിൽക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, ദ സെൻറ്റൻസ് ഈസ് പ്രസന്റ് ടെൻസ്. ഒരു സെൻറ്റൻസിൽ വെർബ് V1 ഫോമിലാണെങ്കിൽ ആ സെൻറ്റൻസ് പ്രസന്റ് ടെൻസ് ആണ്. ഇത് എക്സാമിനേഷന് വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ്, അല്ലാതെ മറ്റുപയോഗങ്ങൾക്ക് വേണ്ടിയല്ല. പരീക്ഷയ്ക്ക് നമ്മൾ ഇങ്ങനെയാണ് പഠിക്കാറുള്ളത്. ഒരു സെൻറ്റൻസ് അതിൻ്റെ V1, ഒരു സെൻറ്റൻസിൽ വെർബ് അതിൻ്റെ V1 ഫോമിൽ നിൽക്കുകയാണെങ്കിൽ അത് പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു സംശയം വരാം, ഇതെവിടെ കണ്ടുപിടിക്കും? ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, മലയാളം ഇംഗ്ലീഷുമായിട്ടുള്ള വേറൊരു വ്യത്യാസം കൂടെ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. പ്ലീസ് ലിസൺ ദ സെൻറ്റൻസ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അതിൽ ഞാൻ, ദാറ്റ് ഈസ് സബ്ജക്റ്റ്.
കർത്താവ്. ഇംഗ്ലീഷ് ഓബ്ജക്റ്റ്, പഠിപ്പിക്കുന്ന സാധനത്തിൻ്റെ പേര് ഓബ്ജക്റ്റ്, പഠിപ്പിക്കുന്നു, ദാറ്റ് ഈസ് വെർബ്. അപ്പം സാധാരണ കണക്കിന് മലയാളത്തിൻ്റെ ഫോമുല വരുന്നത് സബ്ജക്റ്റ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് വെർബ് എന്നുള്ള ഫോമിലായിരിക്കും. സബ്ജക്റ്റ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് വെർബ്. ഇപ്പം ഞാൻ അവനെ കണ്ടു, 3 വാക്കുകളുടെ സെൻറ്റൻസ് ആണ്. ഞാൻ അവനെ കണ്ടു. ആരാ കണ്ടത്? ഞാൻ, സബ്ജക്റ്റ്. ആരെയാ കണ്ടത്? അവനെ, ദാറ്റ് ഈസ് ഓബ്ജക്റ്റ്. എന്താ ചെയ്തത്? കണ്ടു, ദാറ്റ് ഈസ് വെർബ്. അപ്പം നിങ്ങൾ മലയാളത്തിൻ്റെ സ്റ്റൈൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ രീതി ഇങ്ങനെ പറയാം: നൗൺ സബ്ജക്റ്റ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് വെർബ്, സബ്ജക്റ്റ് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് വെർബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? സാധാരണ കണക്കിൽ മലയാളം ഗ്രാമർ അനുസരിച്ച് ഒരു സെൻറ്റൻസിലെ വെർബ് അതിൻ്റെ അവസാന ഭാഗത്താണ് നിൽക്കാൻ സാധ്യതയുള്ളത്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കുക. മലയാളത്തിലാണെങ്കിൽ ഒരു സെൻറ്റൻസിൽ വെർബ് നിൽക്കുന്നത്, ക്രിയ നിൽക്കുന്നത് അതിൻ്റെ അവസാന ഭാഗത്തായിരിക്കും, അല്ലേ? ഞാൻ ഇന്നലെ അവിടെ പോയി, ദാറ്റ് ഈസ് ക്രിയ, വെർബ്. അവൻ എൻ്റെ വീട്ടിലേക്ക് വരികയായിരുന്നു, അവൻ എൻ്റെ വീട്ടിലേക്ക് വരികയായിരുന്നു, വെർബ്, അല്ലേ? ഞങ്ങൾ പരീക്ഷ എഴുതി, അവിടെ എഴുതി, വെർബ്. ഞാൻ ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നു, അതിൽ അവസാനത്തെ വാക്ക് വെർബ്. അപ്പം ഞാനിത് എന്തിനാണ് എടുത്തു പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമൽ കോഴ്സിലല്ല ഇതാണ് ശരി. ഈ നോർമൽ കോഴ്സിൽ മലയാളത്തിൽ വെർബ് ഈസ് അറ്റ് ദ എൻഡ് പാർട്ട് ഓഫ് എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൻ്റെ എൻഡ് പാർട്ടിലായിരിക്കും വെർബ് നിൽക്കുന്നത്. സാധാരണ കണക്കിന് അങ്ങനെ മലയാളം വരാറുള്ളൂ. പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാറില്ല. കാരണം നമുക്ക് മലയാളികളായതുകൊണ്ട് വി ആർ വെരി ഫ്ലുവൻ്റ് വിത്ത് മലയാളം. അതിൽ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നാലും നമുക്ക് ആരെ പറഞ്ഞ പോലെ പൂച്ച എങ്ങനെ വീണാലും 4 കാലിലേ വീഴൂ എന്ന് പറഞ്ഞതുപോലെ ഒരു സെൻറ്റൻസ് എങ്ങനെ പറഞ്ഞു തുടങ്ങിയാലും നമുക്ക് മലയാളമാണെങ്കിൽ അത് അവസാനം ഗ്രാമാറ്റിക്കൽ ആക്യുറസിയിൽ നിർത്താൻ അറിയാം, നോ പ്രോബ്ലം. പക്ഷേ ഇംഗ്ലീഷ് ആകുമ്പോൾ ബാലൻസ് കുറവാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, മലയാളത്തിൽ ദ പൊസിഷൻ ഓഫ് വെർബ് ഈസ് അറ്റ് ദ എൻഡ് പാർട്ട് ഓഫ് എ സെൻറ്റൻസ്. പക്ഷേ ഇംഗ്ലീഷിൽ ഞാനിപ്പോൾ 2-3 സെൻറ്റൻസ് എഴുതാം, ഒരു 3 സെൻറ്റൻസ് എഴുതാം, അതിനേക്കാൾ കൂടുതൽ ഞാൻ എഴുതുന്നില്ല. ഇംഗ്ലീഷിൽ ഇപ്പോൾ ഐ സ്റ്റഡി ഇംഗ്ലീഷ്, ഐ സബ്ജക്റ്റ്, സ്റ്റഡി വെർബ്, ഇംഗ്ലീഷ് ഒബ്ജക്റ്റ്. ഇതിൻ്റെ പാസ്റ്റ് ഫോം ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്, ഐ സബ്ജക്റ്റ്, സ്റ്റഡീഡ് വെർബ്, ഇംഗ്ലീഷ് ഒബ്ജക്റ്റ്. ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്, ഐ സബ്ജക്റ്റ്, will study verb, English object. ഞാനിവിടെ 3 സെൻറ്റൻസ് എഴുതിയിരിക്കുകയാണ്. ഐ സ്റ്റഡി ഇംഗ്ലീഷ്. ദ ഫസ്റ്റ് വേർഡ് ഐ ഈസ് സബ്ജക്റ്റ്, ദ സെക്കൻഡ് വേർഡ് സ്റ്റഡി ഈസ് വെർബ്, ആൻഡ് ദ തേർഡ് വേർഡ് ഇംഗ്ലീഷ് ഈസ് ഒബ്ജക്റ്റ്. സെക്കൻഡ് സെൻറ്റൻസ് ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ദർ ഈസ് എ സ്ലൈറ്റ് ഡിഫറൻസ്. സ്റ്റഡി ചേഞ്ച് ഇൻടു സ്റ്റഡീഡ്. ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. I subject, studied verb, and English object. Third sentence, I will study English. I subject, verb പറയുമ്പോഴേക്ക് auxiliary verb കൂടെ ചേർത്തേ പറയാവൂ. Will study English, that is verb. Will study, that is verb. English is object. So look at the 3 sentences. ഈ 3 സെൻറ്റൻസിലും എൻ്റെ സൂക്ഷിച്ച് നോക്കിയാൽ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമാകും.
ഇതിനകത്ത് ഞാനിപ്പോൾ തുടക്കത്തിന് വേണ്ടി പറയുന്ന ഒരു ഫോമുലയായിട്ട് മാത്രം നിങ്ങളിതിനെ കണ്ടാൽ മതി. ഇതിനകത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നറിയാമല്ലോ. ദ പൊസിഷൻ ഓഫ് ദ സബ്ജക്റ്റ് ഈസ് ഇൻ ദ ഫസ്റ്റ് പാർട്ട്. സബ്ജക്റ്റിൻ്റെ സ്ഥാനം എപ്പോഴും ഒന്നാമതാണ്, വെർബിൻ്റെ സ്ഥാനം എപ്പോഴും രണ്ടാമതാണ്. ഇവിടെ സ്റ്റഡി എന്ന് വെർബ് പ്രയോഗിച്ചു, ഫസ്റ്റ് സെന്റൻസ്, ദാറ്റ് ഈസ് പ്രസന്റ് ടെൻസ്. ഇവിടെ സ്റ്റഡീഡ് എന്ന് വെർബ് പ്രയോഗിച്ചു, ദാറ്റ് ഈസ് സെക്കൻഡ് പൊസിഷൻ. ഇവിടെ വിൽ സ്റ്റഡി എന്ന് വെർബ് പ്രയോഗിച്ചു, ദാറ്റ് ഈസ് തേർഡ് പൊസിഷൻ. സ്റ്റഡി ദാറ്റ് ഈസ് വെർബിൻ്റെ ഒന്നാമത്തെ ഫോമാണ്, സോ പ്രസന്റ് ടെൻസ്. സ്റ്റഡീഡ് വെർബിൻ്റെ രണ്ടാമത്തെ ഫോമാണ്, സോ പാസ്റ്റ് ടെൻസ്. വിൽ സ്റ്റഡി എന്ന് പറയുന്നത് വില്ല് വന്നിരിക്കുന്നു, അപ്പോൾ ഫ്യൂച്ചർ ടെൻസ് ആണ്, അതുകൊണ്ട് വിൽ സ്റ്റഡി ഫ്യൂച്ചർ ടെൻസ് ആണ്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇംഗ്ലീഷിൽ ദ പൊസിഷൻ ഓഫ് ദ വെർബ് ഈസ് ഇൻ ദ സെക്കൻഡ് പാർട്ട് ഓഫ് എ സെന്റൻസ്. ഒരു സെന്റൻസിൻ്റെ സെക്കൻഡ് പാർട്ടായിരിക്കും, സെക്കൻഡ് വേർഡെന്ന് ഞാൻ പറഞ്ഞില്ല, സെക്കൻഡ് പാർട്ടായിരിക്കും. ഒരു സെന്റൻസിൻ്റെ സെക്കൻഡ് പാർട്ടായിരിക്കും ഇംഗ്ലീഷ് വെർബായിട്ട് വരുന്നത്. ഇവിടെ സെക്കൻഡ് പാർട്ടിൽ വന്നേക്കുന്ന വാക്ക് സ്റ്റഡി, ദാറ്റ് ഈസ് വെർബ്. ഇവിടെ സെക്കൻഡ് പാർട്ടിൽ വന്നേക്കുന്ന വാക്ക് സ്റ്റഡി, ദാറ്റ് ഈസ് വെർബ്. ഇവിടെ സെക്കൻഡ് പാർട്ടിൽ വന്നേക്കുന്ന വെർബ് വിൽ സ്റ്റഡി, ദാറ്റ് ഈസ് വെർബ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ്. ഞാൻ നേരത്തെ പറഞ്ഞ സെൻറ്റൻസും ഇപ്പം പറയുന്ന സെൻറ്റൻസും കൂടെ ഒരുമിച്ച് പറയണം. ഇൻ മലയാളം ദ പൊസിഷൻ ഓഫ് വെർബ് ഈസ് അറ്റ് ദ എൻഡ് പാർട്ട്. മലയാളത്തിലെ സെൻറ്റൻസിൽ ഒരു വെർബിൻ്റെ പൊസിഷൻ ആ സെൻറ്റൻസിൻ്റെ അവസാനമായിരിക്കും, പക്ഷേ ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസിൻ്റെ രണ്ടാം ഭാഗത്തായിരിക്കും അതിൻ്റെ വെർബ് നിലനിൽക്കുന്നത്. സോ നിങ്ങൾ വെർബ് നോക്കി ഒരു സെൻറ്റൻസ് ഓടെയൊന്നും വേണ്ട, വെർബ് കിടക്കുന്നത് എവിടെ കിടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്ജക്റ്റ് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാം ഭാഗത്ത് വരും. തൊട്ടടുത്ത് വരുന്നത് വെർബ് ആകാനേ സാധ്യതയുള്ളൂ. ഇടയ്ക്ക് ചിലപ്പോൾ വേർഡുകൾ വന്നുകൂടായികയില്ല, എങ്കിലും നമ്മൾ തുടക്കത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്. ഇവിടെ സ്റ്റഡി ഈസ് ദ സെക്കൻഡ് പാർട്ട്, അവിടെയാണ് വെർബ് വന്നേക്കുന്നത്. ഈ സ്റ്റഡിയിൽ കിടക്കുന്ന സെക്കൻഡ് പാർട്ടിലാണ്, അവിടെയാണ് വെർബ് വന്നേക്കുന്നത്. ഇവിടെ വിൽ സ്റ്റഡി എന്ന് കിടക്കുന്നത് സെക്കൻഡ് പാർട്ടാണ്, അവിടെയാണ് വെർബ് വന്നേക്കുന്നത്. അപ്പം നിങ്ങളെപ്പോഴും ഇംഗ്ലീഷിൽ ടെൻസ് കണ്ടുപിടിക്കാനായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു ടെൻസ് കണ്ടുപിടിക്കാനായിട്ട് വെർബിനെ കണ്ടുപിടിക്കണം. വെർബിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് വെർബിനെ എവിടെ കണ്ടുപിടിക്കും? അതാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. വെർബിനെ കണ്ടുപിടിക്കുന്നത് ആ സെൻറ്റൻസിൻ്റെ സെക്കൻഡ് പാർട്ടിൽ കണ്ടുപിടിക്കാം. ആ സെൻറ്റൻസിൻ്റെ സെക്കൻഡ് പാർട്ട് മലയാളത്തിൻ്റെ സ്റ്റൈലിൽ നിങ്ങൾ എടുക്കുകയും ചെയ്യരുത്. മലയാളത്തിൽ എൻഡ് പാർട്ടിലാണ് ഈ വെർബ് കിടക്കുന്നത്. പക്ഷേ ഈ ഇംഗ്ലീഷ് ദ വെർബ് ഈസ് അറ്റ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൻ്റെ രണ്ടാം ഭാഗത്തായിരിക്കും, ഏതൊരു സെൻറ്റൻസിൻ്റെയും രണ്ടാം ഭാഗത്തായിരിക്കും വെർബ് കിടക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് ഐ സ്റ്റഡി ഇംഗ്ലീഷ്, ദാറ്റ് ഈസ് പ്രസന്റ് ടെൻസ്. ഈ സെൻറ്റൻസ് കണ്ടാൽ പ്രസന്റ് ടെൻസ് എന്ന് തിരിച്ചറിയണം. എന്തുകൊണ്ടെന്നാൽ V1 ഫോമിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസ് ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് എന്ന് കണ്ടാൽ നിങ്ങൾ അറിയണം ഇത് പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിച്ചേക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ വെർബിൻ്റെ V2 ഉപയോഗിച്ചേക്കുന്നത്. മൂന്നാമത്തെ സെൻറ്റൻസ് കണ്ടാൽ അത് ഫ്യൂച്ചർ ടെൻസിലാണ് തിരിച്ചറിയണം. എന്തുകൊണ്ടെന്നാൽ അത് വിൽ സ്റ്റഡി എന്നാണ് ഉപയോഗിച്ചേക്കുന്നത്. വില്ലോ ഷാലോ വരികയാണെങ്കിൽ അത് ഫ്യൂച്ചർ ടെൻസാണ്. അപ്പോൾ ഇത് ഫ്യൂച്ചർ ടെൻസാണ്. സോ സ്റ്റഡി ഈസ് പ്രസന്റ് ഫോം, സ്റ്റഡീഡ് ഈസ് പാസ്റ്റ് ഫോം, വിൽ സ്റ്റഡി ഓർ ഷാൽ സ്റ്റഡി ഈസ് ഫ്യൂച്ചർ ഫോം. അപ്പോൾ ഇവിടെയും പറയാം ലേൺ ഈസ് പ്രസന്റ് ഫോം, ലേൺഡ് ഈസ് പാസ്റ്റ് ഫോം, വിൽ ലേൺ ഓർ ഷാൽ ലേൺ ദാറ്റ് ഈസ് ഫ്യൂച്ചർ ഫോം. ഓപ്പൺ ഈസ് പ്രസന്റ് ഫോം, ഓപ്പൺഡ് ഈസ് പാസ്റ്റ് ഫോം, വിൽ ഓപ്പൺ ഓർ ഷാൾ ഓപ്പൺ ദാറ്റ് ഈസ് ഫ്യൂച്ചർ ഫോം. ഈ കാര്യം ഇത്രയൊക്കെ നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. ഇത്ര വലിയ നിങ്ങൾ എപ്പോഴും ഒരു റിലാക്സ്ഡ് മൂഡിൽ ഇരുന്ന് വേണം ഗ്രാമർ പഠിക്കാനുള്ളത്. ടെൻഷൻ പിടിക്കരുത്, ഡോണ്ട് ബി ടെൻസ്. ഇത് ഒരു സിമ്പിൾ കാര്യം എന്നുള്ള രീതിയിലാണ് നിങ്ങളിതിനെ അപ്രോച്ച് ചെയ്യാറുള്ളത്. സാധാരണ നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാമർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ബാലികേറാമലയാണെന്നൊരു ധാരണ. നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഈ ബാലികേറാമല എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയും ഹെർക്കൂലിയൻ ടാസ്ക്. ഓർത്ത് വെച്ച വാവയുടെ ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ കൊണ്ട് അപ്രാപ്യമായിട്ടുള്ള കാര്യങ്ങളെയാണ് ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് തോന്നലുണ്ട് ഗ്രാമർ ഈസ് എ ഹെർക്കൂലിയൻ ടാസ്ക് എന്നൊരു തോന്നലുണ്ട്. നോ, ഞാൻ പറഞ്ഞില്ലേ, ടെൻസ്ഡ് ആകാതിരിക്കുക. നിങ്ങൾ ഇത്രയും ലൈറ്റായിട്ട് മാത്രം കേൾക്കുക. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സമ്മറി ഇത്രയേ ഉള്ളൂ. ഇൻ മലയാളം ദ വെർബ് ഈസ് അറ്റ് ദ എൻഡ് പാർട്ട് ഓഫ് എ സെൻറ്റൻസ്, ബട്ട് ഇൻ ഇംഗ്ലീഷ്
the verb is at the second part of a sentence. ഇത് ഇത്രയും നിങ്ങളുടെ മനസ്സിൽ കീപ്പപ്പ് ചെയ്യുക. ഇൻ മലയാളം the verb is at the end part of a sentence. In English verb is at the second part of a sentence. ഞാൻ സെക്കൻഡ് വേർഡ് ഓഫ് എ സെന്റൻസ് എന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സെക്കൻഡ് വേർഡ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം നമുക്ക് പിന്നെയൊക്കെ മാറ്റി പറയേണ്ടി വന്നേക്കാം. ആൻഡ് വെർബ് ഈസ് അറ്റ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് എ സെന്റൻസ്. കാരണം ഫസ്റ്റ് പാർട്ട് സബ്ജക്റ്റാണ്, സെക്കൻഡ് പാർട്ട് വെർബിനാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം സബ്ജക്റ്റ് ഒരു വാക്ക് തന്നെ ആകണമെന്നില്ല, ഒന്നിൽ കൂടുതൽ വാക്കുകളായാലും സബ്ജക്റ്റ് ആകാം. ഇപ്പോൾ ഐ സ്റ്റഡി ഇംഗ്ലീഷ് അല്ലേ, ഇതൊന്ന് മാറ്റി പറയാം. മൈ സിസ്റ്റർ സ്റ്റഡീസ് ഇംഗ്ലീഷ്. ഞാനിപ്പോൾ മാറ്റി പറഞ്ഞത് മൈ സിസ്റ്റർ സ്റ്റഡീസ് ഇംഗ്ലീഷ്. അതിൽ സബ്ജക്റ്റ് മൈ സിസ്റ്റർ, വെർബ് സ്റ്റഡീസ്, ഓബ്ജക്റ്റ് ഇംഗ്ലീഷ്. മൈ സിസ്റ്റർ സ്റ്റഡീഡ് ഇംഗ്ലീഷ്, മൈ സിസ്റ്റർ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അപ്പോൾ അവിടെ സബ്ജക്റ്റ് പഠിച്ചതാരാ? മൈ സിസ്റ്റർ, സബ്ജക്റ്റ് രണ്ട് വാക്ക്. പക്ഷേ വെർബ് ഒറ്റ വാക്കേ ഉള്ളൂ, സ്റ്റഡീസ്. എന്താ പഠിച്ചത്? ഇംഗ്ലീഷ്, ദാറ്റ് ഈസ് ഓബ്ജക്റ്റ്. ഈ മൂന്നാമത്തെ സെന്റൻസും നമുക്ക് പറയാം മൈ സിസ്റ്റർ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. മൈ സിസ്റ്റർ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. അതിൽ സബ്ജക്റ്റ് മൈ സിസ്റ്റർ, വെർബ് വിൽ സ്റ്റഡി. വിൽ സ്റ്റഡി വാട്ട്? വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ടെൻസ് ഏതായിരുന്നാലും ഇംഗ്ലീഷിൽ സാധാരണ കണക്കിന് അതിൻ്റെ ഫോമുല വരുമ്പോഴത്തേക്ക്, ഞാനിപ്പോൾ അറിയാൻ വേണ്ടി പറയുന്ന ഫോമുലയാണ്. ഈ ഫോമുല അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മേളിലോട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. എസ് പ്ലസ് വി പ്ലസ് ഒ. സാധാരണ കണക്കിന് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസിൻ്റെ ഫോമുല എസ് പ്ലസ് വി പ്ലസ് ഒ. ഇതിൽ മാറ്റങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വരും. എസ് പ്ലസ് വി പ്ലസ് ഒ, ദാറ്റ് ഈസ് ദ ഫോമുല. എസ് പ്ലസ് വി പ്ലസ് ഒ. ഇതിൻ്റെ അപ്പുറത്തോട്ട് പിന്നെ വേറെ കാര്യങ്ങൾ വരും, അത് വേറെ കാര്യം. എന്തായാലും ഏറെക്കുറെ ഇങ്ങനെയൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത്. ആദ്യം സബ്ജക്റ്റ് വരും, രണ്ടാമത്തെ വെർബ് വരും, മൂന്നാമത്തെ ഓബ്ജക്റ്റ് വരും, പിന്നെ പലതും വരും. ഏതായാലും ഇതിൽ ചില ചില്ലറ മാറ്റങ്ങളൊക്കെ പിന്നെ നമുക്ക് പറയാം. കാരണം ഇത് പഠിക്കുകയാണെങ്കിൽ പിന്നെ ബാക്കി എല്ലാം പഠിക്കുക എളുപ്പമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ വെർബിനെ എവിടെ നിന്നും കണ്ടുപിടിക്കും? വെർബിനെ കണ്ടുപിടിച്ചാലേ ടെൻസ് കണ്ടുപിടിക്കാൻ പറ്റൂ. ടെൻസ് കണ്ടുപിടിച്ചാലേ സെൻറ്റൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റൂ. അതാണല്ലോ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ. ടെൻസിനെ ടെൻസിൽ കിടക്കുന്ന സെൻറ്റൻസിന് വേറെ ടെൻസിലോട്ട് മാറ്റുക, അതാണല്ലോ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ. അങ്ങനെ ടെൻസ് മാറ്റണമെന്നുണ്ടെങ്കിൽ വെർബ് കണ്ടുപിടിക്കണം. വെർബ് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ പൊസിഷൻ അറിയണം. അതിനാണ് ഞാൻ ഇത് പറഞ്ഞത്. ആദ്യം വരുന്ന സബ്ജക്റ്റാണ്, രണ്ടാമത് വരുന്ന വെർബാണ്, മൂന്നാമത് വരുന്ന ഒബ്ജക്റ്റാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ പാർട്ടിൽ നോക്കിയാൽ അറിയാം what is the tense of a sentence. Study is present tense, studied is past tense, will study is future tense, learn is present tense, learned is past tense, will learn is future tense, open is present tense, opened is past tense, will open is future tense. ഇത് എല്ലാ വാക്കുകളും ഇങ്ങനെ തന്നെ വരണമെന്നില്ല. give is present tense, give, gave, given. give is present tense, gave is past tense, will give is future tense. അതുപോലെയാണ് take. take, took, taken. take is present tense, took is past tense, will take is future tense. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സെൻറ്റൻസിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നോക്കി നിങ്ങൾക്ക് വെർബ് കണ്ടുപിടിക്കാം. ഒരു സെൻറ്റൻസിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നോക്കി നിങ്ങൾക്ക് വെർബ് കണ്ടുപിടിക്കാം. അങ്ങനെ വെർബ് കണ്ടുപിടിച്ചിട്ട് വേണം ഗ്രാമറിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തി വേറെ തരത്തിലുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കിയിടുന്നത്. അപ്പം ഞാൻ തൽക്കാലം ഈ എക്സാമ്പിൾസ് ഞാനിവിടെ ഇറേസ് ചെയ്ത് കളയുകയാണ്. ഇപ്പം നമുക്കിനിയിപ്പോൾ എക്സാമ്പിൾസ് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളോട് പറയാൻ തുടങ്ങിയത് ഹൗ ക്യാൻ യു ഐഡൻറ്റിഫൈ ദ പ്രസന്റ് ടെൻസ്, ഇതായിരുന്നു ഞാൻ പറയാൻ തുടങ്ങിയത്. അതിൽ ഞാൻ പറയാം, ഏതൊരു വെർബാണോ ഏതൊരു സെൻറ്റൻസാണോ V1 ഫോമിൽ എഴുതിയിരിക്കുന്നത്, ദാറ്റ് ഈസ് V1 ഫോമിൽ എഴുതിയാൽ ഏത് ടെൻസ്? ദാറ്റ് ഈസ് പ്രസന്റ് ടെൻസ്. എക്സാമ്പിൾ, ഐ പ്ലേ ടെന്നീസ്. ദിസ് ഈസ് പ്രസന്റ് ടെൻസ്. ഐ പ്ലേ ടെന്നീസ്.
ഇത് പ്രസൻറ്റൻസ് ആണ് എന്ന് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പ്ലേ എന്ന് പ്രയോഗിച്ചേക്കുന്നു. പ്ലേയുടെ ഇവിടെ എസ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, പ്ലേസ്. പക്ഷേ ആ പ്ലേയും പ്ലേസും തമ്മിലുള്ള വ്യത്യാസം ഇത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും അറിഞ്ഞൂടാത്തൊരു കേസാണ്. പ്ലേയും പ്ലേസും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കാരണം മലയാളത്തിൽ ഇങ്ങനെ യൂസേജ് ഇല്ല. മലയാളത്തിൽ പ്ലേ എന്ന് പറഞ്ഞാൽ പ്ലേ തന്നെയാണ്. പക്ഷേ ഇംഗ്ലീഷ് അങ്ങനെയല്ല. ചില സ്ഥലങ്ങളിൽ പ്ലേ എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ പ്ലേസ് എന്ന് പറയും. അർത്ഥം വരുമ്പോൾ രണ്ടും മലയാളത്തിൽ ഒരുപോലെ ഇരിക്കും കണ്ടാൽ. അതാണ് മലയാളത്തിന് പഠിച്ചിട്ട് ഇംഗ്ലീഷിലേക്ക് പോകുമ്പോഴത്തേക്ക് പിള്ളേർക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഡൗട്ടുകൾ. ഞാൻ ഈ പ്ലേയും പ്ലേസിൻ്റെയും കാര്യം അവസാനം പറയാം, ഇപ്പം ഞാനിത് പറയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഐ പ്ലേ ടെന്നീസ്. The sentence is written in present tense because the usage is play. ഒരുപക്ഷെ അതിൻ്റെ കൂടെ ഒരു എസ് കൂടെ ഇട്ടിരുന്നെങ്കിലും the sentence is present tense because the verb is play. ഇനി അടുത്തത് ഈസ്, ആം, ആർ. ഇത് മൂന്നും ഓക്സിലറി വെർബാണ്. ഈസ്, ആം, ആർ. ആകുന്നു എന്നാണ് ഇതിൻ്റെ മൂന്നിൻ്റെയും അർത്ഥം. ഈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ അർത്ഥം എടുക്കുമ്പോൾ ആകുന്നു എന്ന് എടുക്കും. ഉദാഹരണമായിട്ട് ഹീ ഈസ് ടയേർഡ്, അവൻ ക്ഷീണിതനാകുന്നു. ഹീ ഈസ് ടയേർഡ്. ഐ ആം ടയേർഡ്, ഞാൻ ക്ഷീണിതനാകുന്നു. ദേ ആർ ടയേർഡ്, അവർ ക്ഷീണിതരാകുന്നു. അപ്പോൾ അവിടെ വാക്കുകൾ മാറി മാറി വന്നെങ്കിൽ തന്നെയും ഇത് മൂന്നും ആകുന്നു എന്നുള്ള മീനിങ്ങിലാണ് മലയാളത്തിൽ പ്രയോഗിക്കുന്നത്. പക്ഷേ ആകുന്നു എന്നുള്ള മീനിങ് വരാൻ വേണ്ടി ഇംഗ്ലീഷിൽ 3 വാക്കുകൾ മാറ്റി മാറ്റി പറയും. സബ്ജക്റ്റിനനുസരിച്ച് ഐയുടെ കൂടെ ആം പറയും. ഐ ആം, വി ആർ, യു ആർ, ഹി ഈസ്, ഷീ ഈസ്, ദേ ആർ. സബ്ജക്റ്റിനനുസരിച്ചാണ് ഇത് പറയുന്നത്. ഐ ആം പ്രസന്റ് ടെൻസ് ആണ്, വി ആർ പ്രസന്റ് ടെൻസ് ആണ്, ഹി ഈസ് പ്രസന്റ് ടെൻസ് ആണ്, ഷീ ഈസ് അതും പ്രസന്റ് ടെൻസ് ആണ്, ദേ ആർ അതും പ്രസന്റ് ടെൻസ് ആണ്. എല്ലാത്തിൻ്റെ അർത്ഥം ആകുന്നു. ഇപ്പോൾ മൈ സിസ്റ്റർ ഒരാളേ ഉള്ളൂ, അപ്പോൾ ഈസ് വരും. മൈ സിസ്റ്റേഴ്സ് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, അപ്പോൾ ആർ വരും. മൈ സിസ്റ്റർ ഈസ്, മൈ സിസ്റ്റേഴ്സ് ആർ. ഉദാഹരണമായിട്ട് മൈ സിസ്റ്റർ ഈസ് എ ഡാൻസർ. മൈ സിസ്റ്റർ ഈസ് എ ഡാൻസർ. ഞാൻ പറഞ്ഞു ഈസ് വന്നല്ലോ, അപ്പോൾ ആകുന്നു എന്നാണ് ആ സെൻറ്റൻസ് അവസാനിക്കാൻ പോകുന്നത്. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴേക്കും എൻ്റെ സഹോദരി ഒരു ഡാൻസർ ആകുന്നു. മൈ സിസ്റ്റർ ഈസ് എ ഡാൻസർ. അതിനി ആറായിട്ട് മാറിയാലും അർത്ഥം ഇങ്ങനെ തന്നെ വരും. മൈ സിസ്റ്റേഴ്സ് ആർ ഡാൻസേഴ്സ്. മൈ സിസ്റ്റേഴ്സ് ആർ ഡാൻസേഴ്സ്. എൻ്റെ സഹോദരിമാർ ഡാൻസേഴ്സ് ആകുന്നു. മൈ സിസ്റ്റേഴ്സ് ആർ ഡാൻസേഴ്സ്. മൈ സിസ്റ്റർ ഐ ആം എ ഡാൻസർ. സോറി, നെക്സ്റ്റ് സെന്റൻസ് ഐ ആം എ ഡാൻസർ അല്ലെങ്കിൽ ഐ ആം എ ടീച്ചർ. ഞാനൊരു അധ്യാപകൻ ആകുന്നു. അപ്പം ഞാനീ പറഞ്ഞു വരുന്നത് ഈസ് എന്ന് പറഞ്ഞാലും ആമെന്ന് പറഞ്ഞാലും ആറെന്ന് പറഞ്ഞാലും ഇംഗ്ലീഷിലെ മാത്രമേ മാറ്റമുള്ളൂ, മലയാളത്തിൽ ഒരു മാറ്റവും ഇല്ല. ഈസാകുന്നു, ആമാകുന്നു, ആറാകുന്നു. പക്ഷെ അതാണ് ഇംഗ്ലീഷിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് പലർക്കും തോന്നുന്നത്. ഈസും ആമും ആറും കാണുമ്പോഴത്തേക്ക് എന്തോ മഹാകാര്യം സംഭവിച്ചു വരും. ഒന്നും സംഭവിച്ചിട്ടില്ല. മലയാളത്തിൽ നമ്മൾ ആകുന്നു എന്ന് പറയുന്നതിനനുസരിച്ച് സബ്ജക്റ്റിന് ആനുപാതികമായി നമ്മൾ ഈ 3 വാക്കുകൾ മാറി മാറി കൊടുക്കുന്നു. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഐ ആം, ഐ സബ്ജക്റ്റ് വന്നു, അവിടെ പ്രസന്റ് ടെൻസിൽ ആം ചേർത്തു. വി ആർ സബ്ജക്റ്റ് വി വന്നു, അവിടെ പ്രസന്റ് ടെൻസിൽ ആർ ചേർത്തു. യു സബ്ജക്റ്റ് യു വന്നു, പ്രസന്റ് ടെൻസിൽ ആർ ചേർത്തു. ഹി ഈസ് സബ്ജക്റ്റ് ഹി വന്നു, പ്രസന്റ് ടെൻസിൽ ഈസ് ചേർത്തു. ഷീ ഈസ് ഷീ സബ്ജക്റ്റാണ്, അതുകൊണ്ട് പ്രസന്റ് ടെൻസിൽ ഈസ് ചേർത്തു. ബഹുവചനം വരാൻ പോവുകയാണ്. ദേ ബഹുവചനമാണ്. ദേ വന്നപ്പോഴേക്ക് ആർ ചേർത്തു. പക്ഷേ മലയാളത്തിൽ ഇത് ഈ പറയുന്ന സെൻറ്റൻസിൽ ഏത് ട്രാൻസ്ലേറ്റ് ചെയ്താലും ദർ ഈസ് നോ ഡിഫറൻസ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നറിയാമോ, ഏതൊരു സെൻറ്റൻസ് ആണോ V1 ഫോമിൽ കിടക്കുന്നത് ആ സെൻറ്റൻസ് ഈസ് പ്രസന്റ് ടെൻസ്. ഏതൊരു സെൻറ്റൻസിലാണോ ഈസ്, ആം, ആർ കടന്നു വരുന്നത് ആ സെൻറ്റൻസ് പ്രസന്റ് ടെൻസിൻ്റെ ഏതോ ഒരു ഫോമാണ്. പ്രസന്റ് ടെൻസിൻ്റെ 4 ഫോം. പ്രസന്റ് ടെൻസിന് മാത്രമല്ല, എല്ലാ ടെൻസിനും 4 ഫോം. സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫോമൊക്കെ നമുക്ക് പിന്നെ പറയാം.
ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കണം, ഈസ് ആം ആർ വരികയാണെങ്കിൽ ദ ഗിവൺ സെന്റൻസ് ഈസ് പ്രസന്റ് ടെൻസ്. അപ്പൊ V1 ഫോമിൽ എഴുതിയിരിക്കുകയാണെങ്കിൽ ആ സെന്റൻസ് പ്രസന്റ് ടെൻസ് ആണ്. ഈസ് ആം ആർ വരികയാണെങ്കിൽ ആ സെന്റൻസ് പ്രസന്റ് ടെൻസ് ആണ്. ഇനി മൂന്നാമതായിട്ട് ഞാൻ പറയുന്നത് ഹാവ് ഹാസ്. ഇവിടെയും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിലെ രണ്ട് ഗ്രാമർ വാക്കുകൾ ഹാവ് ഹാസ്. മലയാളത്തിൽ ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷാണെങ്കിൽ ആ അർത്ഥം കിട്ടാൻ ഇംഗ്ലീഷിൽ സബ്ജക്റ്റിനനുസരിച്ച് രണ്ട് വാക്കുകൾ ഉപയോഗിക്കും. ഉദാഹരണമായിട്ട് ഹാവ്, ഐ ഹാവ് എ ബൈക്ക്. എനിക്ക് ഒരു ബൈക്കുണ്ട്, ഉണ്ട്. ഹി ഹാസ് എ ബൈക്ക്. അവന് ഒരു ബൈക്കുണ്ട്. രണ്ടും ഒന്ന് തന്നെ. ഹാവിൻ്റെ ഹാസിൻ്റെയും മീനിങ് വ്യത്യാസമൊന്നുമില്ല. ഹാവ് മീൻസ് ഉണ്ട്, ഹാസ് മീൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസിലെ മീനിങ് ആണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഹാവിൻ്റെ അർത്ഥം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഹാവ് ഹാസ് വന്നു കഴിഞ്ഞാൽ ദ മീനിങ് ഈസ് ഉണ്ട്. ഐ ഹാവ് എ ബൈക്ക്, എനിക്കൊരു ബൈക്കുണ്ട്. വി ഹാവ് എ ബൈക്ക്, നമുക്കൊരു ബൈക്കുണ്ട്. യു ഹാവ് എ ബൈക്ക്, നിനക്കൊരു ബൈക്കുണ്ട്. ഹി ഹാസ് എ ബൈക്ക്, അവനൊരു ബൈക്കുണ്ട്. ഷീ ഹാസ് എ സ്കൂട്ടി, അവൾക്കൊരു സ്കൂട്ടിയുണ്ട്. ദേ ഹാവ് എ ന്യൂ ഹൗസ്, അവർക്കൊരു പുതിയ വീടുണ്ട്. അപ്പോൾ അവിടെ ഗ്രാമറിൽ മാത്രം, ഇംഗ്ലീഷ് ഗ്രാമറിൽ മാത്രം ചെറിയ വ്യത്യാസം വന്നു. ഐ ഹാവ്, വി ഹാവ്, യു ഹാവ്, ഹി ഹാസ്, ഷീ ഹാസ്, ദേ ഹാവ്. ഐ ഹാവ്, വി ഹാവ്, യു ഹാവ്, ഹി ഹാസ്, ഷീ ഹാസ്, ദേ ഹാവ്. ഇതൊക്കെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. ഇതൊന്നും വലുതായിട്ട് വലിയ കാര്യങ്ങളല്ല, പക്ഷേ പരീക്ഷയ്ക്ക് തെറ്റാനൊക്കെ സാധ്യതയുള്ള കേസുകളാണ്. ഹീയുടെ കൂടെ വന്നിട്ട് ഇപ്പോൾ ഒരു സെൻറ്റൻസ് പരീക്ഷയ്ക്ക് ഇങ്ങനെ വരുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഹീ ഡാഷ് എ കാർ, ഹീ ഡാഷ് എ കാർ, ബ്രാക്കറ്റ് ഹാവ് ഓർ ഹാസ്. ഇതിൽ ഉചിതമായ വാക്കെടുത്ത് നിങ്ങൾ എഴുതുക. ഹീ ഡാഷ് എ കാർ. ഹി ഹാവ് എ കാർ എന്ന് എഴുതണമോ അതോ ഹി ഹാസ് എ കാർ എന്ന് എഴുതണമോ എന്നാണ് ചോദ്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ ഞാൻ ഈ പറഞ്ഞ ഫോമുല നിങ്ങൾ മനസ്സിൽ വെക്കണം. ഫോമുലയൊന്നുമല്ല, ഇതൊക്കെ ഇതിൻ്റെ ബേസാണ്. ഐ ഹാവ്, വി ഹാവ്, യു ഹാവ്, ഹി ഹാസ്, ഷീ ഹാസ്, ദേ ഹാവ്. ഒൺസൊക്കെ എട്ടൽ വേണമെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. ഐ ഹാവ്, വി ഹാവ്, യു ഹാവ്, ഹി ഹാസ്, ഷീ ഹാസ്, ദേ ഹാവ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, എൻ്റെ കാര്യം പറയുമ്പോൾ ഇത് പറയുമ്പോൾ വേറെ ഗ്രാമർ പറയേണ്ടതുണ്ട്, പക്ഷെ ഞാനിപ്പോൾ അത് പറയുന്നില്ല. ഞാനിപ്പോൾ നമുക്ക് ഇതിൽ മാത്രം നിന്നുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് ഐയുടെ കൂടെ ഹാവേ വരൂ, വിയുടെ കൂടെ ഹാവേ വരൂ, യുവിൻ്റെ കൂടെ ഹാവേ വരൂ, ഹീയുടെ കൂടെ ഹാസേ വരൂ, ഷീയുടെ കൂടെ ഹാസേ വരൂ. ഈ ഹീയുടെയും ഷീയുടെയും പേര് പറയാമെന്ന് വെച്ചോളൂ. ഉദാഹരണമായിട്ട് ഹീയുടെ പേര് രാജു, അപ്പുറത്ത് ഹാവ് വരുമോ ഹാസ് വരുമോ? രാജു ഹാസ്. ഷീയുടെ പേര് സീത എന്നാണെന്ന് വിചാരിക്കുക, അപ്പുറത്ത് ഹാവ് വരുമോ ഹാസ് വരുമോ? സീത ഹാസ് അല്ലേ? അപ്പൊ ഹീ എന്ന് പറഞ്ഞാലും രാജു എന്ന് പറഞ്ഞാലും ഹീയുടെ പേര് തന്നെ രാജു, ഷീയുടെ പേര് തന്നെയാണ് സീത. അപ്പൊ ഹി ഹാസ് എ കാർ എന്നാണ് പറയുന്നതെങ്കിൽ രാജു ഹാസ് എ കാർ എന്ന് പറയുന്നതാണ് ഗ്രാമർ ശരി. ഷീ ഹാസ് എ കാർ എന്ന് പറയാമെങ്കിൽ അതാണ് ശരിയെങ്കിൽ സീത ഹാസ് എ കാർ എന്ന് പറയുന്നതാണ് ശരി. അപ്പൊ ഞാൻ പറഞ്ഞത് ഓർമ്മിക്കുക. ഐ ഹാവ്, യു ഹാവ്, വി ഹാവ്, ഷീ ഹാസ്, ഹി ഹാസ്, ദേ ഹാവ്. രാജു ഹാവ്, രാജു ഹാസ്, സീത ഹാസ്. അപ്പം അവിടെ ഏതൊരു സെൻറ്റൻസിൽ ഹാവോ ഹാസോ കയറി വരുന്നുവോ ആ സെൻറ്റൻസ് പ്രസൻറ്റൻസ് ആയിരിക്കും. V1 വന്നാൽ പ്രസൻറ്റൻസ്, ഈസ് ആർ വന്നാൽ പ്രസൻറ്റൻസ്, ഹാവ് ഹാസ് വന്നാൽ പ്രസൻറ്റൻസ്. ഇനി ഒരെണ്ണം കൂടെ കഴിഞ്ഞാൽ ഇത് തീരും. ഒരു സെൻറ്റൻസിൽ ഡു ഡസ് ഇതിലേതെങ്കിലും വന്നാൽ ആ സെൻറ്റൻസ് പ്രസൻറ്റൻസ് ആയിരിക്കും. ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ പഠിപ്പിക്കുകയാണ്, ഇതെൻ്റെ ജോലിയാണ്. ഞാനത് ഇങ്ങനെ പറയുന്നു, ഐ ഡു മൈ വർക്ക്. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു. ഐ ഡു മൈ വർക്ക്. അവിടെ ഡു എന്നാണ് പ്രയോഗിച്ചത്, ചെയ്യുക, ഡു. പക്ഷെ അതിന് ഈ ഡൂവിന് തന്നെ അതേ അർത്ഥം വരത്തക്ക വിധത്തിൽ തന്നെയാണ് ഡസ് ഉപയോഗിക്കുന്നത്. അല്ലാതെ മലയാളത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഡൂവും ഡസും സെയിം ആണ്, നോ ചേഞ്ച്. ഡു തന്നെയാണ് ഡസ്,
ഗ്രാമറിന് വേണ്ടി മാത്രം ഇംഗ്ലീഷുകാർ പണ്ടേ ഉണ്ടാക്കി വെച്ചേക്കുന്ന സിസ്റ്റം അനുസരിച്ച് ഗ്രാമറിന് വേണ്ടി മാത്രം ചില സബ്ജക്റ്റിൻ്റെ കൂടെ ഡു പറയുന്നു, ചില സബ്ജക്റ്റിൻ്റെ കൂടെ ഡസ് പറയുന്നു. അത് ഈ ഹാവ് ഹാസും പറഞ്ഞതുപോലെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഐ ഹാവ് എന്ന് പറയുന്ന പോലെ ഐ ഡു, വി ഹാവ് എന്ന് പറയുന്ന പോലെ വി ഡു, യു ഹാവ് എന്ന് പറയുന്ന പോലെ യു ഡു, ഹി ഹാസ് എന്ന് പറയുന്ന പോലെ ഹി ഡസ്, ഷീ ഹാസ് എന്ന് പറയുന്ന പോലെ ഹി ഡസ്, ദേ ഹാവ് എന്ന് പറയുന്ന പോലെ ദേ ഡു. അപ്പോൾ ഐ ഡു മൈ വർക്ക്, ഐ ഡസ് മൈ വർക്ക് എന്ന് പറഞ്ഞാൽ ഗ്രാമർ തെറ്റി. വി ഡു അവർ വർക്ക്, അവിടെ വി ഡസ് അവർ വർക്ക് എന്ന് പറഞ്ഞാൽ ഗ്രാമർ ഈസ് റോങ്. ഇത് ഞാനിപ്പോൾ ഈ പറയുന്നതെല്ലാം നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യന് ഞാൻ ഈ പറയുന്നതെല്ലാം ആവശ്യമാണ്. എഡിറ്റിംഗ് എല്ലാ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും വരുന്നൊരു ക്വസ്റ്റ്യനാണ് എഡിറ്റിംഗ്. ആ എഡിറ്റിങ്ങിൽ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതെല്ലാം പറയുന്നത്. വളരെ സൂക്ഷിച്ചു വെച്ചോ. എഡിറ്റിങ്ങിൽ തെറ്റുന്ന എഡിറ്റിങ്ങിൽ നിങ്ങൾക്ക് 5 എണ്ണം എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, 5 മിസ്റ്റേക്ക് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു അതിൽ 2 എണ്ണം ടെൻസ് ആയിരിക്കും. നോ ഡൗട്ട് 2 എണ്ണം ടെൻസ് ആയിരിക്കും. അതിൽ പിന്നെ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അതൊരു ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഐ ഡസ് മൈ വർക്ക് എന്നൊരു സെൻറ്റൻസ് തന്നിരിക്കുന്നു. എഡിറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഐ ഡസ് മൈ വർക്ക്. അപ്പം നിങ്ങളവിടെ തിരുത്തേണ്ടത് ഐ ഡു മൈ വർക്ക് എന്ന് തിരുത്തണം. വി ഡസ് അവർ വർക്ക് അല്ല, വി ഡു അവർ വർക്ക്. യു ഡസ് യുവർ വർക്ക്, നോ അല്ലല്ല, യു ഡു യുവർ വർക്ക് അല്ലേ. ഹി ഡസ് ഹിസ് വർക്ക്, അത് കറക്റ്റാണ്. ഹി ഡസ് ഹിസ് വർക്ക്, അത് കറക്റ്റാണ്. പക്ഷേ ഹി ഡു ഹിസ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമർ തെറ്റി, ഇംഗ്ലീഷ് ഗ്രാമർ തെറ്റി. ഷീ ഡു ഹർ വർക്ക് എന്ന് പറഞ്ഞാൽ തെറ്റ്. ഷീ ഡസ് ഹർ വർക്കാണ്. ദേ ഡു ദെയർ വർക്ക് എന്ന് പറഞ്ഞാൽ ഗ്രാമർ ശരിയാണ്. പക്ഷേ ദേ ഡസ് ദെയർ വർക്ക് എന്ന് പറഞ്ഞാൽ ഗ്രാമർ തെറ്റി. അപ്പം ഞാനിവിടെ പറയുന്നത് ഈ ഹാവിൻ്റെ ഹാസിൻ്റെ റൂള് തന്നെയാണ് ഡൂവിൻ്റെ ഡസിൻ്റെ റൂള്. ഐ ഡു മൈ വർക്ക്, വി ഡു അവർ വർക്ക്, യു ഡു യുവർ വർക്ക്, ഹി ഡസ് ഹിസ് വർക്ക്, ഷീ ഡസ് ഹിസ് വർക്ക്, ദേ ഡു ദെയർ വർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞത് അതൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഐ ഡു മൈ വർക്ക്, വി ഡു അവർ വർക്ക്, യു ഡു യുവർ വർക്ക്, ഹി ഡസ് ഹിസ് വർക്ക്, ഷീ ഡസ് ഹർ വർക്ക്, ദേ ഡു ദെയർ വർക്ക്. മലയാളം ട്രാൻസ്ലേഷനിൽ എല്ലാം ഒരുപോലെയാണെങ്കിലും ഇംഗ്ലീഷിൽ ഓക്സിലറി വെർബ് പ്രയോഗിക്കുമ്പോൾ ഡസ് വേണമോ ഡു വേണമോ എന്ന് ആലോചിക്കണം. ഹാവ് വേണമോ ഹാസ് വേണമോ എന്ന് ആലോചിക്കണം. അവിടെ നമുക്കുണ്ടാകുന്ന ഈ കൺഫ്യൂഷനാണ് എഡിറ്റിങ്ങിൽ നിങ്ങൾക്ക് പ്രധാനമായും വേണ്ടി വരുന്ന ഒരു ഭാഗം. എഡിറ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ, എഡിറ്റിംഗ് ഒരു കമ്പൾസറി ക്വസ്റ്റ്യനാണ്. എഡിറ്റിംഗ് ഒരു കമ്പൾസറി ക്വസ്റ്റ്യനാണ്. ആ കമ്പൾസറി ക്വസ്റ്റ്യനിൽ തീർച്ചയായിട്ടും ഈ ഭാഗത്തെ കുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ വരും. അപ്പം ഞാൻ പറഞ്ഞത് ഹാവ് ഓർ ഹാസ് വന്നാൽ പ്രസൻറ്റൻസ്, ഡു ഓർ ഡസ് വന്നാൽ പ്രസൻറ്റൻസ്. അപ്പോൾ ഇപ്പം ഞാൻ പ്രസൻറ്റൻസിന് നാല് സ്റ്റെപ്പായിട്ടാണ് എഴുതിയേക്കുന്നത്. V1 വന്നാൽ പ്രസൻറ്റൻസ്, ഈസാബാർ വന്നാൽ പ്രസൻറ്റൻസ്, ഹാവ് ഹാസ് വന്നാൽ പ്രസൻറ്റൻസ്, ഐ ഡു ഓർ ഡസ് വന്നാൽ പ്രസൻറ്റൻസ് അല്ലേ. ഇനി ഓക്കെ, അപ്പം ഇതെല്ലാം പ്രസൻറ്റൻസിൻ്റെ തെളിവായിട്ട് നമുക്ക് എടുക്കാം. ഞാനിതിന് ഈ ഓരോ പ്രസൻറ്റൻസിനും ഒരു എക്സാമ്പിളും കൂടെ ഞാൻ എഴുതിയേക്കാം. ഐ പ്ലേ ടെന്നീസ്. അവിടെ ആ പ്ലേ വന്നുകൊണ്ട് പ്രസൻറ്റൻസ് ആണ്. ഹി ഈസ് പ്ലേയിങ് ടെന്നീസ്. ഈസ് പ്ലേയിങ്, അതിൽ ഈസ് വന്നതുകൊണ്ട് പ്രസൻറ്റൻസ് ആണ്. He has a bike. He has a bike. Has വന്നതോട് പ്രസൻറ്റൻസ് ആണ്. He does his work. അതിൽ ഈ ഡസ് വന്നതുകൊണ്ട് പ്രസൻറ്റൻസ് ആണ്. അപ്പോൾ ഈ സെൻറ്റൻസുകളെല്ലാം പ്രസൻറ്റൻസ് തന്നെയാണ്. ഐ പ്ലേ ടെന്നീസ്, I play tennis, that is present tense. He is playing tennis, that is present tense. He has a bike, that is present tense.
ഹി ഡസ് ഹിസ് വർക്ക്, ദാറ്റ് ഈസ് പ്രസന്റ് ടെൻസ്. അപ്പം നിങ്ങൾ ഇത് കണ്ടുകൊണ്ട് പ്രസന്റ് ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കണം. ഇനി ബാക്കി പാസ്റ്റ് ടെൻസിൻ്റെ കാര്യം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നു.